ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ഗംഗണപതയേ നമഃ. ഓം ശ്രീ സരസ്വത്യൈ നമഃ. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. എല്ലാവർക്കും നമസ്കാരം. ശ്രീമദ് നാരായണീയം 3-ാം ദശകത്തിലെ 9-ാമത്തെ ശ്ലോകത്തിലാണ് നമ്മൾ എത്തി നിൽക്കുന്നത്. കുറച്ച് ദിവസങ്ങളായി ശ്ലോകം പഠിച്ചിട്ട് എന്തായാലും ഭഗവാൻ ഇന്ന് അടുത്ത ശ്ലോകത്തിലേക്ക് പോകാനുള്ള അവസരം ഒരുക്കി തന്നിരിക്കുകയാണ്. നമുക്ക് ആ ശ്ലോകം ഒന്ന് ചൊല്ലി നോക്കാം. മരുദ്ഗേഹാധീശത്വയി ഖലു പരാഞ്ജോപി സുഖിനോ ഭവത് സ്നേഹീ സോഹം സുബഹു പരിതപ്യേ ച കിമിദം അകീർത്തിസ്തേ മാ ഭൂദ്വരദ ഗദഭാരം പ്രശമയൻ ഭവദ്ഭക്തോത്തംസം ഛടിതി കുരു മാം കംസദമനാ. ഭഗവാനെ, ഈ അസുഖം ബാധിച്ച് വല്ലാതെ അവശനായിരിക്കുന്ന എൻ്റെ മനസ്സിൽ അങ്ങയുടെ ആ രൂപം എന്നും വിളങ്ങി നിൽക്കണമേ എന്ന് പ്രാർത്ഥിച്ചതിന് ശേഷം ഭട്ടത്തിരിപ്പാട് ഭഗവാനോട് സ്വന്തം സുഹൃത്തിനോട് പറയുന്നത് പോലെ ഈ ശ്ലോകത്തിൽ സംസാരിക്കുകയാണ്. ഗുരുവായൂരപ്പൻ്റെ പ്രത്യേകതയാണല്ലേ, നമുക്ക് വല്ലാതെ സ്നേഹം വരുന്ന സമയത്ത് സ്വന്തം ഒരു സുഹൃത്തിനെ പോലെ, കുഞ്ഞിനെ പോലെ, കാമുകനെ പോലെയൊക്കെ സംസാരിക്കുവാൻ സാധിക്കുന്ന ഒരു ആ രൂപമാണ് ഭഗവാൻ ഗുരുവായൂരപ്പൻ്റേത്, ഭഗവാൻ ശ്രീകൃഷ്ണൻ്റേത്. അങ്ങനെ ഭട്ടത്തിരിപ്പാട് ഇച്ചിരി പരിഭവത്തോടു കൂടി എന്നാൽ ഒരു ഹാസ്യഭാവത്തിൽ സ്നേഹത്തോടെ ഭഗവാനോട് സംസാരിക്കുകയാണ്. ആ വരിയിൽ സ്നേഹമെന്നുള്ള വാക്കും അദ്ദേഹം ഉപയോഗിച്ചിട്ടുണ്ട്. എന്താണ് ശ്ലോകം? മരുദ്ഗേഹാധീശ ത്വയി ഖലു പരാഞ്ജഃ അപി സുഖിനഃ ഭവത് സ്നേഹി സഹ അഹം സുബഹു പരിതപ്യേ ച കിം ഇദം അകീർത്തിഃ തേ മാ അഭൂത് വരദ ഗദഭാരം പ്രശമയൻ ഭവത് ഭക്തോത്തംസം ഛടിതി കുരു മാം കംസദമന. മരുദ്ഗേഹാധീശ ഗുരുവായൂരപ്പ, അതുമാത്രമല്ല ഈ ശരീരത്തിൻ്റെ അധിപനായിട്ടുള്ളവനേ എന്നുകൂടി ആ വാക്കിന് അർത്ഥം പറയാൻ വേണ്ടി സാധിക്കും. കാരണം വാതരോഗം ബാധിച്ച് കിടക്കുന്ന സമയത്താണ് ഭട്ടത്തിരിപ്പാട് പറയുന്നത്. അതുകൊണ്ടാണ് മരുദ്ഗേഹാധീശ. വാദം മരുത്താണല്ലോ, വായു ആണല്ലോ. അത് ആ ശരീരത്തിന് അധിപനായിട്ടുള്ള ഭഗവാനെ ത്വയി പരാഞ്ജഃ അപി, അങ്ങയുടെ വിഷയത്തിൽ വലിയ താല്പര്യമില്ലാത്ത ആൾക്കാർ പോലും, അങ്ങയിൽ ഭക്തിയൊന്നും ഇല്ലാത്ത, നിന്തിരുവടിയിൽ ഭക്തിയൊന്നും ഇല്ലാതിരിക്കുന്ന ആൾക്കാർക്ക് പോലും, അങ്ങനെയുള്ളവർ പോലും സുഖിനഃ ഖലു, സുഖമായിട്ട് തന്നെ ഇരിക്കുന്നു. പലരും പറഞ്ഞു കേട്ടിട്ടുള്ളൊരു കാര്യമാണ്, ഭക്തിയൊന്നും ഇല്ലെങ്കിലും ചില ആൾക്കാർ അങ്ങനെ സുഖിച്ച് ജീവിക്കുന്നത് കാണുന്നുണ്ടല്ലോ എന്ന് പറയുന്ന ഒരു സാധാരണ മനുഷ്യൻ പറയുന്ന ഭാഷയിൽ നമ്മുടെ ഭട്ടത്തിരിപ്പാട് പറയാണ്, നിന്തിരുവടിയിൽ ഭക്തിയൊന്നും ഇല്ലാത്ത ഒരുപാട് ആൾക്കാർ പോലും സുഖമായിട്ടിരിക്കുന്നുണ്ടല്ലോ. എന്നാൽ ഞാൻ എങ്ങനെയാണ്? ഭവത് സ്നേഹീ സഹ അഹം, അങ്ങയിൽ വല്ലാതെ സ്നേഹമുള്ള ഞാനാവട്ടെ എങ്ങനെയാണ്? സുബഹു പരിതപ്യേച്ച, വളരെയധികം പരിതപിക്കുന്നു, വല്ലാതെ കഷ്ടപ്പെടുന്നുണ്ട്, ബുദ്ധിമുട്ടുന്നുണ്ട്, വിഷമിക്കുന്നുണ്ട്.
ഭക്തിയൊന്നും ഇല്ലാതെ, അങ്ങയിൽ യാതൊരു ഭക്തി ഇല്ലാതിരിക്കുന്ന ആൾക്കാർക്ക് പോലും, വലിയ താല്പര്യമൊന്നും ഇല്ലാത്ത ആൾക്കാർ പോലും വളരെ സുഖമായിട്ട് നിൽക്കുന്നു. ഇവിടെ ഞാനോ അങ്ങയോട് ഒരുപാട് സ്നേഹമുള്ള ഞാനിവിടെ ഇങ്ങനെ കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ഇതം കിം, ഇതെന്താ ഇങ്ങനെ ഭഗവാനെ? ഭക്തിയൊന്നും ഇല്ലാത്ത ആൾക്കാർ സുഖമായിട്ട് നിൽക്കുന്നു, ഭക്തനായിട്ടുള്ള ഞാനിവിടെ നിന്ന് ഇങ്ങനെ കഷ്ടപ്പെടുന്നു. ഇതെന്താ ഇതിങ്ങനെ? വരദാ, ഹേ വരദാ, വരദായകനായിട്ടുള്ളവനെ, അങ്ങനെയല്ലേ എല്ലാവരും പറയുന്നത്. പ്രാർത്ഥിക്കുന്നതിന് വേണ്ടതെല്ലാം കൊടുക്കുന്ന ആളാണ് ഗുരുവായൂരപ്പൻ എന്ന് പറയുന്നുണ്ട്. അങ്ങനെയുള്ള വരദാ, കംസദമന, കംസനെ ശമിപ്പിച്ചവനെ, കംസന്റെ അഹങ്കാരം ശമിപ്പിച്ചവനെ, കംസവനെ നശിപ്പിച്ചവനെ, കംസദമന തേ അകീർത്തിമാ അഭൂത്, അങ്ങയ്ക്ക് തന്നെ അകീർത്തി ഉണ്ടാക്കരുത് കേട്ടോ. ഒരു ചങ്ങാതിയോട് പറയുന്ന പോലെ പറയുന്നു, നോക്കൂ നിന്റെ സുഹൃത്തായിട്ടുള്ള ഞാൻ, നിന്നോട് നല്ല സ്നേഹമുള്ള ഞാനിവിടെ ഇങ്ങനെ കഷ്ടപ്പെടുന്നു, എന്നിട്ട് ഒരു സ്നേഹവും ആദരവും ഒന്നും ഇല്ലാതെ നടക്കുന്ന ആൾക്കാർ വളരെ സുഖിച്ച് നിൽക്കുന്നു. അങ്ങയ്ക്ക് തന്നെ മോശമാണ് കേട്ടോ, അങ്ങയുടെ ബ്രാൻഡിന് ബാധിക്കും. ഭക്തിയോടുകൂടി പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ഭക്തരായുള്ള ആൾക്കാർക്കൊക്കെ ഒന്നും ഒരു ബുദ്ധിമുട്ടും ഉണ്ടാക്കില്ല എന്ന് എല്ലാവരും പറഞ്ഞ് നടക്കുന്നുണ്ടല്ലോ. എന്നിട്ട് നോക്കൂ, ഞാൻ ഇത്രയും ഭക്തിയുള്ള സ്നേഹമുള്ള ഞാനിവിടെ കഷ്ടപ്പെട്ട് നിൽക്കുന്നു, ഒരു സ്നേഹവും ഇല്ലാത്ത ആൾക്കാരൊക്കെ സുഖമായിട്ട് നടക്കുന്നു. അങ്ങയ്ക്ക് ഇങ്ങനെ ഒരു നാണക്കേട് ഉണ്ടാക്കരുത്. എല്ലാവരും പറയും, നോക്കൂ ആ ഭാട്ടത്തിരിപ്പാട് അത്ര വലിയ ഭക്തനാ, എന്നിട്ട് എന്തെങ്കിലും കാര്യമുണ്ട്? അവിടെ പോയിരുന്ന് നടക്കി പോയിരുന്ന് പ്രാർത്ഥിക്കാനിരുന്നിട്ടും അസുഖമൊന്നും മാറുന്നൊന്നുമില്ലല്ലോ എന്ന് പറയും. അതുകൊണ്ട് ഗതഭാരം പ്രശമയൻ, എൻ്റെ അസുഖം കുറയ്ക്കണമേ, എൻ്റെ രോഗത്തിൻ്റെ ഈ ഒരു ഭാരം, ഗതഭാരം പ്രശമയൻ, അതൊന്ന് അതിൻ്റെ ഭാരമൊന്ന് കുറച്ച് തരണം. മാം ഝടുതി, അങ്ങനെ കുറച്ചിട്ടെന്നാ വേണ്ട, എന്നെ പെട്ടെന്ന് മാം ഝടുതി ഭവത് ഭക്തോത്തംസം കുരു, അങ്ങയുടെ ഭക്തന്മാരിൽ ശ്രേഷ്ഠനായിട്ട് എന്നെ മാറ്റണമേ എന്നാണ് പറയുന്നത്. വേറെ ഒന്നും പറയില്ല, അങ്ങയുടെ ഭക്തന്മാരിൽ ശ്രേഷ്ഠനായിട്ട് എന്നെ മാറ്റണമേ. ആ ബോധ്യം എനിക്ക് ഉണ്ടാക്കി തരണം. എൻ്റെ ഭക്തിയിൽ കളങ്കമില്ല എന്നുള്ള ബോധ്യം എനിക്ക് തന്നെ ഉണ്ടാക്കി തരുമ്പോഴാണല്ലോ ഞാൻ ഭക്തന്മാരിൽ ശ്രേഷ്ഠനായിട്ട് മാറുന്നത്. അതുകൊണ്ട് ഗുരുവായൂരപ്പ, അങ്ങയോട് ഭക്തിയൊന്നും ഇല്ലാത്ത ആൾക്കാർ പോലും വളരെ സന്തോഷത്തോടു കൂടി സുഖമായിട്ട് നിൽക്കുന്നു. ഭക്തനായിരിക്കുന്ന ഞാനിങ്ങനെ കഷ്ടപ്പെട്ട് സങ്കടപ്പെട്ടിരിക്കുന്നു. അത് അങ്ങയ്ക്ക് മോശമല്ലേ? അങ്ങയ്ക്ക് എന്നെ പേര് ദോഷം ഉണ്ടാക്കുന്നൊരു കാര്യമല്ല. അതുകൊണ്ട് അങ്ങനെ ഉണ്ടാക്കാൻ പാടില്ല കേട്ടോ. എന്നെ അസുഖങ്ങളിൽ നിന്നൊക്കെ ഒന്ന് കുറച്ചതിൻ്റെ ഭാരമൊക്കെ കുറച്ചിട്ട് അങ്ങയുടെ ഭക്തന്മാരിൽ ഏറ്റവും ഉത്തമനായിട്ടുള്ള ആളാണ് ഞാൻ എന്ന് ബോധ്യപ്പെടുത്തി തരണേ, അങ്ങനെ ആക്കി തരണമേ എന്നാണ് ഭട്ടത്തിരിപ്പാടിൻ്റെ പ്രാർത്ഥന. ഒന്ന് ആലോചിച്ച് നോക്കൂ, എന്ത് രസകരമായിട്ടാണ് ആ ഗുരുവായൂരപ്പനോട് ഭട്ടത്തിരിപ്പാട് സംവദിക്കുന്നത്. നമ്മളൊക്കെ പറയുന്ന ആ ഒരു ശൈലിയിൽ തന്നെ സംസാരിക്കുകയാണ് അല്ലേ. ഗുരുവായൂരപ്പൻ്റെ അടുത്ത് പോയി കഴിഞ്ഞാൽ ചെറിയ ചില പരിഭവങ്ങളൊക്കെ നമ്മൾ പറയാറില്ലേ. എപ്പോഴും കുഞ്ഞു പ്രാർത്ഥനയുടെ കൂടെ നമ്മളതിൻ്റെ കൂടെ പാക്ക് ചെയ്ത് കൊടുക്കും കുറച്ച് പരിഭവങ്ങൾ. എന്നാലും ഞാനിങ്ങനെയൊക്കെ പറഞ്ഞിട്ട് നീ അത് കണ്ടില്ലല്ലോ, നീ കേട്ടില്ലല്ലോ, നീ എനിക്കതിന് പരിഹാരം ഉണ്ടാക്കി തന്നില്ലല്ലോ എന്നൊക്കെ പറയില്ലേ. എന്നിട്ട് നോക്ക് വലിയ ആളെ പോലെ അവിടെ ചമഞ്ഞൊരിഞ്ഞിരിക്കുകയാണ് എന്നൊക്കെ പറയുന്നത് കേൾക്കാം നമുക്ക്. പലരും നമ്മളെല്ലാവരും അങ്ങനെ ചെയ്യുന്നതാണ്. ആ ഭഗവാനോട് വളരെ സ്നേഹത്തോടു കൂടിയാണ്, ഒരു കൂട്ടുകാരനോട് പറയുന്ന ലാഘവത്തോടു കൂടിയാണ് പറയുന്നത്, ഭഗവാനെ അങ്ങയ്ക്ക് തന്നെ പേര് ദോഷം ഉണ്ടാക്കരുത്. ഭട്ടത്തിരിപ്പാടിന് അറിയാത്ത കാര്യമൊന്നുമല്ല എങ്ങനെയാണ് നമുക്ക് രോഗപീഠകളും നമുക്ക് പല പല ദോഷങ്ങളും പ്രശ്നങ്ങളൊക്കെ വരുന്നത്. അതൊക്കെ കർമ്മഫല രൂപത്തിലാണ് നമുക്ക് വരുന്നത്. നമ്മൾ മുന്നേ ചെയ്ത ഏതെങ്കിലുമൊക്കെ കർമ്മത്തിൻ്റെ ഫലമായിട്ടാണ് നമുക്ക് ഇന്നത്തെ നമ്മുടെ അവസ്ഥ വന്നിരിക്കുന്നത് എന്ന് നിസ്സംശയം നമുക്കൊക്കെ പറയാം. അത് ഭട്ടതിരിപ്പാടിനും അറിയാം. പിന്നെ എന്തിനാണ് ഭഗവാനെ പ്രാർത്ഥിക്കുന്നത്? ആ അസുഖം, ആ പ്രശ്നം നമ്മുടെ തലയിലിട്ട് അതിനോട് വല്ലാത്ത രീതിയിൽ നമ്മൾ ഇൻറ്ററാക്ട് ചെയ്യുന്ന സമയത്ത്, അതിനോട് വല്ലാത്ത രീതിയിൽ നമ്മൾ പ്രതികരിക്കുമ്പോൾ, വല്ലാതെ തളർന്നു പോകുമ്പോൾ, മാനസികമായിട്ട് നമ്മൾ തളർന്നു പോകുമ്പോൾ അത് പിന്നെയും മറ്റു പല അസുഖങ്ങളുമായിട്ട് വരും. ഇന്നത്തെ നമുക്കെല്ലാവർക്കും അറിയുന്ന കാര്യമാണ്, എന്തെങ്കിലും പ്രശ്നത്തിൽ വന്നിട്ട് വെറുതെ ടെൻഷൻ അടിച്ചു കൂടുതൽ അസുഖം വരുത്തല്ലേ എന്ന് നമ്മൾ പറയാറില്ലേ. അത് നമ്മൾ ചെയ്യുന്ന കർമ്മമാണ്. ആ ടെൻഷൻ അടിക്കുക, സ്ട്രെസ്സ് കൂട്ടുക, വെറുതെ സങ്കടപ്പെടുക എന്നൊക്കെ പറയുന്നത് നമുക്കൊക്കെ അറിയുന്ന പോലെ അതും എന്താണ്, അതും മറ്റൊരു തരത്തിലുള്ള അസുഖത്തിൻ്റെ തുടക്കമായിട്ട് മാറും. എല്ലാ കാര്യവും അങ്ങനെയാണ്. നമ്മൾ ഇന്ന് ചെയ്യുന്ന കാര്യങ്ങളാണ് നമ്മുടെ നാളത്തെ നമ്മളായിട്ട് മാറുന്നത്. അതുകൊണ്ട് ഭട്ടത്തിരിപ്പാട് എന്തോ കർമ്മത്തിൻ്റെ ഫലമായിട്ടായിരിക്കാം അദ്ദേഹം ആ
അസുഖത്തിലൂടെ കടന്നു പോകുന്നത് എന്നറിയാത്ത ആളല്ല ഭട്ടതിരിപ്പാട്. പക്ഷെ ഭഗവാനോട് വളരെ സ്നേഹത്തോടുകൂടി സംവദിക്കുന്നു. എല്ലാം ഭഗവാന്റെ മുന്നിൽ സമർപ്പിക്കുകയാണ്. എന്നിട്ട് ആ മനസ്സിൽ നിന്നുള്ള വേദനകളും ബുദ്ധിമുട്ടുകളും വല്ലാതെ വിഷമങ്ങളും ഒക്കെ അവിടെ സമർപ്പിച്ചുകൊണ്ട് മനസ്സിനെ ശുദ്ധമാക്കുക, മനസ്സിലെ ഭാരം കുറയ്ക്കുക. ആ ഭാരം കുറഞ്ഞിരിക്കുന്ന അവസ്ഥയിൽ നമ്മൾ അറിയാതെ നമ്മൾ അസുഖങ്ങളൊക്കെ ഭഗവാൻ മാറ്റിത്തരും. അത് നമ്മുടെ ഉള്ളിൽ നിന്ന് തന്നെ വരുന്നൊരു സംഗതിയാണ്. ഭഗവാൻ പുറത്തു നിന്നിട്ടല്ല അത് മാറ്റിത്തരുന്നത്, നമ്മുടെ ഉള്ളിലൂടെ തന്നെയാണത് മാറ്റിത്തരുന്നത്. അതാണ് ഭട്ടതിരിപ്പാടും ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് നമ്മളും മനസ്സിലാക്കണം. നമ്മുടെ മനസ്സിൽ അനാവശ്യമായി കെട്ടിക്കിടക്കുന്ന മലിനജലത്തെയൊക്കെ തുറന്നു വിട്ട് ക്ലീൻ ചെയ്യുന്ന സമയത്ത്, ശുദ്ധീകരിക്കുന്ന സമയത്ത് അറിയാതെ നമ്മുടെ ഉള്ളിൽ ആനന്ദം നിറയുന്നു. അങ്ങനെ നമ്മുടെ അസുഖങ്ങളും പ്രശ്നങ്ങളും ഒക്കെ കുറഞ്ഞു കുറഞ്ഞു വരുന്നു. അതാണ് പ്രാർത്ഥനയിലൂടെ സംഭവിക്കുന്നത്. അത് മനസ്സിലാക്കാതെ ചെയ്യുമ്പോഴും അത് തന്നെ സംഭവിക്കും. പക്ഷെ അത് മനസ്സിലാക്കി ചെയ്യുന്ന സമയത്ത് കുറച്ചുകൂടെ നമുക്ക് ആസ്വദിക്കാൻ വേണ്ടി സാധിക്കും ഭക്തിയെ. അത് ചിന്തിച്ചുകൊണ്ട് നമ്മളും ഭഗവാനോട് നമ്മുടെ പ്രശ്നങ്ങളും അസുഖങ്ങളും സംശയങ്ങളും ഒക്കെ നീക്കാൻ വേണ്ടിയിട്ട് പ്രാർത്ഥിക്കാം. നമുക്കും ഭഗവാനോട് പറയാം, ഞാൻ ഭക്തനാണ്, മാറ്റി തന്നില്ലെങ്കിൽ ഭഗവാനെ മോശമാണ് കേട്ടോ എന്ന് സ്നേഹത്തോടുകൂടി ഭക്തിയോടുകൂടി പൂർണ്ണ സമർപ്പണ ഭാവത്തോടുകൂടി പറയാൻ നമുക്കും സാധിക്കട്ടെ. സംഭവിക്കുന്നത് ഇന്ന് നമുക്ക് വന്നു ചേർന്നിരിക്കുന്നതൊക്കെ നമ്മൾ ഇന്നലെ ചെയ്ത കാര്യങ്ങളുടെ ഫലമായിട്ടാണ്. ഈ വിഷമത്തിൽ നമ്മൾ തൂങ്ങി നിൽക്കുന്ന സമയത്ത്, അതിൽ കടിച്ചു പിടിച്ചിരിക്കുന്ന സമയത്ത് അത് നമ്മുടെ നാളെയെയും ബാധിക്കും. അതുകൊണ്ട് ഇന്ന് തന്നെ എല്ലാം ഭഗവാനിൽ സമർപ്പിച്ച് ആ ഭാരങ്ങളൊക്കെ ഒഴിവാക്കി, കണ്ണുനീരായിട്ടെങ്കിൽ കണ്ണുനീരായിട്ട് അതൊക്കെ ഒഴുക്കി കളഞ്ഞ് ആ മാലിന്യം മുഴുവൻ നീക്കി നല്ല നാളേക്ക് വേണ്ടിയിട്ട് നമുക്ക് പ്രാർത്ഥിക്കാൻ സാധിക്കട്ടെ. എന്നും ഗുരുവായൂരപ്പനോട് അത് ചെയ്യാൻ പ്രാർത്ഥിക്കാൻ നമുക്ക് സാധിക്കട്ടെ എന്ന് പറയാണ്. ആ ശ്ലോകം ചൊല്ലിത്തരാം, നിങ്ങളൊന്ന് ഏറ്റു ചൊല്ലുക. മരുദ്ഗേഹാധീശ ത്വയി ഖലു പരാഞ്ചോപി സുഖിനോ ഭവത്സ്നേഹീ സോഹം സുബഹു പരിതപ്യേ ച കിമിദം അകീർത്തിസ്തേ മാ ഭൂദ്വരദ ഗദഭാരം പ്രശമയൻ ഭവദ്ഭക്തോത്തംസം ഝടിതി കുരു മാം കംസദമനാ. അപ്പോൾ നമ്മുടെയും പ്രാർത്ഥന അതുതന്നെ ആവട്ടെ. ഭഗവാനെ, ഞാൻ അങ്ങയുടെ ഭക്തനാണ്, നിന്തിരുവടിയുടെ പാദങ്ങളിൽ സർവം സമർപ്പിച്ചവനാണ്. എൻ്റെ അസുഖം മാറ്റിത്തരിക, എൻ്റെ പ്രശ്നങ്ങൾ മാറ്റിത്തരിക, എൻ്റെ സംശയങ്ങൾ തീർത്തു തരിക എന്നുള്ളത് ഭഗവാന്റെ കൂടെ ഉത്തരവാദിത്തമാണ്. അതിനായിട്ട് ഞാൻ സമർപ്പിക്കുകയാണ്. പൂർണ്ണമായിട്ടും മനസ്സിൽ അത് ഉറച്ച് വിശ്വസിച്ചുകൊണ്ട് ശരീരത്തിലെ മനസ്സിലെ എല്ലാ മാലിന്യങ്ങളും നീക്കിത്തരാൻ വേണ്ടിയിട്ട് ഭഗവാനോട് ഉള്ളറിഞ്ഞ് പ്രാർത്ഥിക്കുന്ന സമയത്തുണ്ടാകുന്ന ശാരീരികവും മാനസികവുമായിട്ടുള്ള ശുദ്ധിയിൽ നിന്നാണ് നമ്മുടെ പ്രശ്നങ്ങളും അസുഖങ്ങളും സംശയങ്ങളും ഒക്കെ നീങ്ങുന്നത്. അത് നീങ്ങുന്നതോടുകൂടി നമ്മുടെ ഉള്ളിൽ തെളിഞ്ഞു വരുന്ന ജ്ഞാനത്തിൽ നിന്നാണ് നമ്മൾ നാളെ ഒരു മോക്ഷപ്രാപ്തിയിലേക്കുള്ള പ്രയാണമൊക്കെ ആരംഭിക്കുക എന്നാണ് എല്ലാവരും പറയുന്നത്. അതുകൊണ്ട് പ്രാർത്ഥിക്കാൻ നമ്മളും തയ്യാറാവണം. അതുകൊണ്ട് നമ്മുടെ ഉള്ളിലെ പ്രശ്നങ്ങൾ മാറട്ടെ എന്ന് മാത്രം പറയാണ്. എല്ലാവർക്കും നന്ദി. നാരായണായ നമോ, നാരായണായ നമോ, നാരായണായ നമോ, നാരായണ നാരായണായ നമോ, നാരായണായ നമോ, നാരായണായ നമോ, നാരായണ.